അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള റിപ്പബ്ലിക് ഡേ ആശംസകൾ നേർന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഐറ്റം എന്തുവെന്നറിയാമോ? ഒരു വെജിറ്റബിൾ തോരനാണ് കേട്ടോ. മിക്സ്ഡ് വെജിറ്റബിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള തോരൻ. മിക്ക ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സൂപ്പർ ഐറ്റമാണേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാ. അപ്പോൾ ഗൈസ്, ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ലോങ് ബീൻസ്, കുറച്ച് ബീൻസ്. ഇത്ര സാധനങ്ങൾ ഞാൻ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 100 പേർക്കുള്ള തോരന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളാണ് ഞാൻ റെഡിയാക്കുന്നത് തോരന് വേണ്ടിയിട്ട്. അപ്പം നോക്കി, നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നല്ല ഒരു എന്നാ പറയുന്നത്, ഒരു ഫ്ലാഗിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പിൽ വന്നിട്ടില്ലേ അത്. അതറിഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയതല്ല കേട്ടോ, അങ്ങനെ വന്നു പോയതാണ്. അപ്പം നമ്മൾ കുറച്ച് ഓണിയനും കൂടെ ചോപ്പ് ചെയ്യുന്നുണ്ടേ. ഒരു 1/2 കിലോ ഒണിയൻ മതിയാവും കേട്ടോ. ഒത്തിരി ഒണിയൻ വേണ്ട. ഒത്തിരി ഒണിയൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തോരനകത്ത് വെള്ളം കൂടുതൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് തോരനൊരു എന്താ പറയുന്നത്, നല്ല ഡ്രൈ ആയിട്ട് കിട്ടില്ല നമുക്ക്. തോരൻ എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളമായി പോയി കഴിഞ്ഞാൽ തോരനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 200 ഗ്രീൻ ചില്ലിയും കൂടെ എടുത്തിട്ടുണ്ടേ. ഇപ്പം ഈ എരിവ് കുറഞ്ഞ ഗ്രീൻ ചില്ലി കേട്ടോ, അതാണ് ഞാൻ ഇച്ചിരി കൂടുതലിടുന്നത്. ഇപ്പോൾ എരിവുള്ള ഗ്രീൻ ചില്ലി ആണെന്നുണ്ടെങ്കിൽ അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണേലും ഞാൻ അതും കൂടെ ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തോട്ടോ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പച്ചമുളകും കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒത്തിരി കടുക് വേണ്ട, കുറച്ച് ഒരു എന്നാ പറയുക, 1 ടേബിൾ സ്പൂൺ കടുക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റെഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ആ റെഡ് ചില്ലിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ മുളകിന് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. കറിവേപ്പില ഒന്ന് ഇതായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയനും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കടുക് ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ഉഴുന്നിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു കടിക്കാനാണ്, നമുക്ക് ആ തോരനകത്ത് കടിക്കാനുള്ളൊരു ഇത് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നത് നമുക്ക് ഉള്ളിയും ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അതായത് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ലോങ് ബീൻസ്, സാദാ ബീൻസ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി തീ കുറച്ച് വെക്കല്ലേ, കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒത്തിരി സമയം ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ തോരനാക്കിയെടുക്കാം, പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത്. ഒത്തിരി സമയം നമുക്ക് ഈ അടപ്പൊന്നും വെച്ച് മൂടി വെച്ച് ബോയിൽ ചെയ്ത് കളയാൻ കേട്ടോ. തോരനപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ കേട്ടോ. കുറച്ച് സമയം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കുറച്ച് സ്ലോ ഫയറിലൊന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബോയിലായതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വേണ്ട. അപ്പോൾ ഏകദേശം നമ്മുടെ തോരനൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെന്ത് പോവില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തട്ടിപ്പൊത്തി വെക്കുമ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കണ്ടോ, നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെള്ള കളറിലുള്ള തോരൻ ഇങ്ങനെ കിട്ടും കേട്ടോ. മഞ്ഞ കളറാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് കുറച്ച് തീയും കൂടെ അങ്ങോട്ട് കയറ്റി വെച്ച് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് വേണ്ട, തീ കൂട്ടി വെക്കുമ്പോൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത് ജീരകപ്പൊടി കേട്ടോ, ചെറുജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ തന്നെ വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ഒന്ന് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല സൂപ്പർ തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ തോരൻ എല്ലാവർക്കും
ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു കിഡിലെ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.